PV അൻവർ ഇപ്പോൾ ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുണ്ട്. അതായത് ബേപ്പൂരിൽ തോറ്റാൽ മൊട്ടയടിച്ച് കാതിൽ കമ്മലിട്ട് മാനാഞ്ചിറ റോഡ് വഴി നടക്കുമെന്നാണ് PV അൻവർ പറയുന്നത്. റിയാസ് തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് കമ്മലിടണ്ട, മൊട്ടയടിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് തോറ്റാൽ. അങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. കാരണം സംസ്ഥാനത്ത് പിണറായി സത്തിനെതിരെ തരംഗം ഉണ്ടെന്നും മുഹമ്മദ് റിയാസിന്റെ ആധിപത്യം LDF-ന് തിരിച്ചടിയാകുമെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട് അൻവർ. ഇതില് നമ്മൾ പിന്നെ ഇതിനകത്ത് എവിടെ ഈ കേരളത്തിൽ മുഹമ്മദ് റിയാസ് കാരണമാണോ ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടാകുന്നത്? മുഹമ്മദ് റിയാസ് കാരണം എങ്ങനെ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ്. ഇവിടെ ന്യൂനപക്ഷ ഏകീകരണം നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായി PV അൻവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ന്യൂനപക്ഷ ഏകീകരണം എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ പിന്നെ മുഹമ്മദ് റിയാസ് തന്നെ പറയുന്നുണ്ട്, കേരളത്തിൽ ഈ പറയുന്ന പലരും കണക്കുകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു ന്യൂനപക്ഷ വോട്ടിൻ്റെ ഏകീകരണം നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ദേശ്മുഖ് എന്ന് പറയുന്ന സി വോട്ടറുടെ എൻ്റെ CEO തന്നെ പറയുന്നത് അവിടെ അങ്ങനെ ഒരു ന്യൂനപക്ഷ ഏകീകരണം കേരളത്തിൽ അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി എത്തേണ്ട കരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ എക്സിറ്റ് പോള് ഫലങ്ങൾ പ്രകാരം പരാജയപ്പെട്ട ഒരു നേതാവാണ്, അതായത് ഇതല്ല ഇതിന് മുമ്പ് നടന്ന 2021 എക്സിറ്റ് പോൾ പ്രകാരം പരാജയപ്പെട്ട നേതാവാണ് ഈ പറയുന്ന മുഹമ്മദ് റിയാസ്. എന്നാൽ മുഹമ്മദ് റിയാസ് 80,000-ത്തിലധികം വോട്ട് നേടിക്കൊണ്ട് അവിടെ വിജയിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി, അല്ലെങ്കിൽ ബേപ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തിലുണ്ടായി. അപ്പോൾ ജനങ്ങൾക്ക് ബേപ്പൂരിൽ ഒരാളെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അത്തരക്കാരനായ ഒരാളെ, അല്ലെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്നു ബേപ്പൂരിലെ ഒരു രാഷ്ട്രീയത്തിൻ്റെ മണ്ണെന്ന് പറഞ്ഞാൽ അവിടെ വർഗീയത നോക്കി വോട്ട് കൊടുക്കുന്ന ഒരു കുറവാണ് അവിടെ. ഇവിടെ ഇപ്പോൾ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം PV അൻവറിന് ഒരു തോൽവി ഭയമുണ്ട് PV അൻവറിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ തോൽവി ഭയം ഉള്ളത് കൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ വിട്ടു നിന്നുകൊണ്ട് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി മെയ് മാസത്തോടു കൂടി രൂപീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒന്ന് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ PV അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ രീതികൾ ഒരിക്കലും ജെനുവിനാണ് എന്ന് തോന്നുന്നില്ല. ഏറനാട് ആയി, പിന്നീട് അതിനുശേഷം നിലമ്പൂരിൽ നിന്ന് ഇടതുപക്ഷമായിട്ട് മത്സരിക്കുന്നു, DIC-യിൽ മത്സരിക്കുന്നു, K കരുണാകരനോടൊപ്പം നിൽക്കുന്നു എന്ന് വേണ്ട പലതരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളും കണ്ടിട്ടുള്ള ഒരാളാണ്. ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? എന്തിനാണ്? മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നൊരു മന്ത്രിയെ ജനങ്ങൾക്കറിയാം. എന്നുവെച്ചാൽ ഇതുവരെയുള്ള അഴിമതി കഥകളിൽ എവിടെയെങ്കിലും മുഹമ്മദ് റിയാസിൻ്റെ പേര് ഉയർന്നു കേട്ടിട്ടുണ്ടോ? നമുക്ക് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹം അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം നിയമസഭയിലുണ്ട്, അവിടുത്തെ മന്ത്രിയാണ്. ആ PA മുഹമ്മദ് റിയാസിനെ കുറിച്ച് എപ്പോഴെങ്കിലും അദ്ദേഹം നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു, ഇപ്പോൾ ഇത്രയും പൊതുമരാമത്ത് പ്രവർത്തനങ്ങൾ ഇത്രയും കാലം നമ്മുടെ കേരളത്തിൽ നടന്നു, കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റുകളാണ് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നടന്നത്. 200-ലധികം പാലങ്ങളാണ് കേരളത്തിൽ ഈ കഴിഞ്ഞ 5 വർഷത്തിനകത്ത് ഉദ്ഘാടനം ചെയ്തത്. ഈ 5 വർഷത്തിന് അകത്ത് എവിടെ ഈ പറയുന്ന മന്ത്രിയെ കുറ്റക്കാരനാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ മന്ത്രി കുറ്റക്കാരനാകുന്ന തരത്തിലുള്ള അഴിമതി ആരോപണം എവിടെയെങ്കിലും ഉയർന്നു കേട്ടിട്ടുണ്ടോ? റോഡുകളുടെ നിർമ്മാണം വന്നു, ഇതാ ഇപ്പോൾ കിടക്കുന്ന ദേശീയപാത വികസനം, മുഹമ്മദ് റിയാസിൻ്റെ കാലത്താണ് ദേശീയപാത വികസനം കേരളത്തിൽ സാധ്യമാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മുഹമ്മദ് റിയാസിൻ്റെ പേര് അഴിമതിക്കാരൻ എന്നുള്ള നിലയിൽ ഉയർന്നു കേട്ടിട്ടുണ്ടോ? ഇല്ല. പാലങ്ങൾ ഇത്ര നിർമ്മിച്ചു, ഏറ്റവും ഒടുവിൽ ഉദ്ഘാടനം ചെയ്ത പെരുമ്പളം പാലം ഉൾപ്പെടെയുള്ള പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി. ആ പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ എവിടെയെങ്കിലും മുഹമ്മദ് റിയാസിനെതിരായിട്ട് ഒരു ആരോപണം, ഒരു അഴിമതി ആരോപണം ഉയർത്തിക്കൊണ്ടുവരാൻ ഈ പറയുന്ന മുഹമ്മദ് റിയാസ് ഈ PV അൻവറിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനെ നേരിടുമ്പോൾ, അല്ലെങ്കിൽ ഒരു മന്ത്രിയെ നേരിടാൻ ഇറങ്ങുമ്പോൾ ആ മന്ത്രി നടത്തിയിട്ടുള്ള അഴിമതികളെ കുറിച്ചിട്ട് വേണം എപ്പോഴും അവിടെ സംസാരിക്കാൻ. ആ അഴിമതി നടത്തിയ, ഇനി അഴിമതിരഹിതമായ ഒരു ഭരണമാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഒരു MLA, ഒരു മന്ത്രി അഴിമതിരഹിതനായിരിക്കണം എന്നുള്ള ഒരു ആഹ്വാനമായിരിക്കണം എപ്പോഴും ഉണ്ടാകേണ്ടത്. എന്നാൽ നിലവിൽ അങ്ങനെ ഒരു സാഹചര്യം മുഹമ്മദ് റിയാസിനെതിരെ ഉയർത്തിക്കൊണ്ടുവരാൻ PV അൻവറിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഈ പറയുന്ന മരുമോനിസം എന്ന് വലിയ കാര്യമായിട്ട് പറയുന്നുള്ളൂ. എന്താണ് മരുമോനിസം? മരുമോനിസം എന്ന് പറയുമ്പോൾ മരുമകൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പിണറായി വിജയനിൽ നിന്നും എന്തെങ്കിലും അനധികൃതമായി അദ്ദേഹം കൈപ്പറ്റിയോ? അങ്ങനെ കൈപ്പറ്റിയിട്ടില്ല. ഇപ്പം അദ്ദേഹം മന്ത്രിയായിട്ടുണ്ടെങ്കിൽ ക്വാളിഫൈഡ് ആണെന്നേ. SFI എന്ന് പറയുന്ന സംഘടനയുടെ ദേശീയ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ട് വരെ ഇരുന്ന ഒരാളാണ് PA മുഹമ്മദ് റിയാസ്. ആ മുഹമ്മദ് റിയാസിന് മുഖ്യമന്ത്രിയിൽ നിന്ന് അത്രയും ഒരു മന്ത്രിയാകാനുള്ള അവസരം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമായിരുന്നില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നീട് മുഹമ്മദ് റിയാസിൻ്റെ പിന്നീട് പ്രവർത്തനങ്ങളെല്ലാം തന്നെ. ഇപ്പം PWD റെസ്റ്റ് ഹൗസുകൾ നമ്മൾ പരിശോധിച്ച് നോക്കും, കേരളത്തിലെ അങ്ങോളമുള്ള ഗസ്റ്റ് ഹൗസുകൾ നമ്മൾ പരിശോധിച്ച് നോക്കൂ, അതിലെന്തെങ്കിലും ഈ പറയുന്ന അഴിമതിയുടെ അംശം കറപുരണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും? ഇല്ല. പലതും എന്താ പറയുക, ഏത് സമയം പൊളിഞ്ഞു വീഴാൻ കഴിയുന്ന രീതിയിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് കൂപ്പുകുത്താൻ വേണ്ടി കിടന്ന പല കെട്ടിടങ്ങളും അദ്ദേഹത്തിന് ആ മുഖച്ഛായ തന്നെ മാറ്റി കഴിഞ്ഞു. പലയിടങ്ങളിലും മനുഷ്യൻ കയറാതിരുന്നിടത്ത് മനുഷ്യൻ കയറുന്നതിന് വേണ്ടിയിട്ട് അവിടെ റെസ്റ്റോറൻറ്റുകൾ ആരംഭിച്ചു.
പലർക്കും അത് പുറത്ത് കൊടുത്തുകൊണ്ട് അതെല്ലാം കോൺട്രാക്ട് ബേസിൽ കൊടുക്കുന്നതാണ്. അത്ര റെസ്റ്റോറൻറ്റുകൾ തുടങ്ങിയിട്ട് അവിടെ ഊണും പിന്നെ വിശാലമായ ആഹാരം അവിടെ കൊടുത്തു തുടങ്ങി. ഇതൊക്കെ ആരുടെ ഭരണ നേതൃത്വത്തിലാണ് സംഭവിച്ചത്? അതെല്ലാം മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിലല്ലേ സംഭവിച്ചത്. മിന്നൽ പരിശോധനകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ട് മുഹമ്മദ് റിയാസ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുമാതിരിപ്പെട്ട കേരളത്തിലെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. റോഡുകളുടെ വികസന പ്രവർത്തനങ്ങൾ ഉമ്മൻചാണ്ടി ഇവിടെ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഹൈക്കോടതിക്ക് ചോദിക്കേണ്ടി വന്നു, ഇവിടെ റോഡുകളുണ്ടോ, എവിടെയാണ് റോഡുകൾ എന്ന് ഹൈക്കോടതി പോലും ചോദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇന്ന് ആ ചോദ്യം വരുന്നുണ്ടോ? നമ്മൾ നോക്കിക്കോളൂ, ഏത് പൊതുമരാമത്ത് വകുപ്പ് ചെയ്യേണ്ട എല്ലാ റോഡുകളും ഇന്ന് നല്ല മനോഹരമായൊരു അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ ആ പൊതുമരാമത്ത് സംവിധാനത്തിന് കഴിഞ്ഞു. ടൂറിസം വകുപ്പ്, ഇതിനു മുമ്പ് ടൂറിസം എന്ന് പറയുന്ന വകുപ്പ് ഉണ്ടോ എന്ന് ചോദിക്കേണ്ടി വന്നേനെ. ആ ടൂറിസം എന്ന് പറയുന്ന വകുപ്പിനെ എത്ര മഹത്തരമായ രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. അഡ്വഞ്ചർ ടൂറിസം പോലുള്ള കാര്യങ്ങൾ. തൃശ്ശൂർ പോയി കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു വലിയ ആകാശപാത കെട്ടി വെച്ചിരിക്കുന്നത്. അത് ആരുടെ ഭരണകാലത്താണ്? അതേസമയം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തിൽ ആകാശപാത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോട്ടയത്ത് സ്ഥലം എടുത്തിട്ട് ഒരു വട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണോ ആകാശപാത? തൃശ്ശൂരിൽ ഉണ്ടാക്കി വെച്ചതാണോ? നമ്മൾ ആലോചിക്കണം, ഒരു പൊതുമരാമത്ത് ടൂറിസവും തമ്മിൽ എങ്ങനെ ക്ലബ് ചെയ്യാം, മനോഹരമായി ക്ലബ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മലയാളിക്ക് കാണിച്ചു തന്നൊരു മന്ത്രിയാണ് ശരിക്കും PM മുഹമ്മദ് റിയാസ്. അല്ലാതെ വികസനമില്ലായ്മയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വെറുതെ ഒരു പാലം കെട്ടിയിട്ടിട്ട് പോകുന്നതല്ല. ആലപ്പുഴ ജില്ലയിലെ മുപ്പാലം എന്ന് പറയുന്നൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് പഴയ സിനിമകളിലൊക്കെ വന്നിട്ടുള്ള ഒരു പാലം തന്നെയാണ് ആലപ്പുഴ ജില്ലയിലെ മുപ്പാലം. ഇന്ന് നാൽപ്പാലം എന്നാണ് അറിയപ്പെടുന്നത്. 4 വശത്ത് നിന്നും ആ പാലത്തിലേക്ക് കയറുന്നത് തന്നെ വളരെ ഭംഗിയായിട്ടും അവിടെ ആൾക്കാർക്ക് ഇരിക്കാനും ഒരു ജസ്റ്റ് ഹാങ് ഔട്ട് പോലെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ ഒരു വികസന മാതൃകകൾ എന്ന് പറയുമ്പോൾ നാളെ ഒന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരിക്കണം വികസന മാതൃകകൾ എന്ന് പറഞ്ഞാൽ, അല്ലാതെ ഇന്നുകൊണ്ട് അവസാനിക്കുന്ന ആയിരിക്കരുത്. കാര്യം നാളെ ഒരു 50 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞാൽ 15 വർഷം കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം എപ്പോഴും വികസന പദ്ധതികൾക്ക് തുടക്കമിടേണ്ടത്. അല്ലാതെ 5 വർഷം ഇന്നത്തെ സിറ്റുവേഷൻ ആയിരിക്കില്ല. കാര്യം ഈ ഒരു പദ്ധതി ഓൺ ചെയ്യുന്നത് ചിലപ്പോൾ ഇന്നായിരിക്കും, അല്ലെങ്കിൽ ഇക്കൊല്ലം 2026 ഇത് തീരാൻ ഒരു 5 വർഷം കാലാവധി എടുക്കും. ഈ 5 വർഷം കാലാവധി എടുക്കുകയാണെങ്കിൽ ആ 5 വർഷത്തിന് ശേഷം എങ്ങനെയായിരിക്കും, ആ 5 വർഷത്തിന് ശേഷം ഇപ്പോൾ ഒരു പാലമാണെങ്കിൽ ആ പാലത്തിൻ്റെ ഉപയോഗം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുന്നിടത്താണ് യഥാർത്ഥത്തിലുള്ള വികസനം എന്ന് പറഞ്ഞത്. ആ രീതിയിലുള്ള വികസനമാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇവിടെ UDFൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പാലാരിവട്ടം പാലം എന്ത് സംഭവിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം. പഞ്ചവടിപ്പാലമായി പോയി, കോടികൾ മുടക്കിയതാണ്. ഇബ്രാഹിം കുഞ്ഞെന്ന് പറയുന്ന പൊതുമരാമത്ത് വകുപ്പിന്, അത് IUMLൻ്റെ ലീഗിൻ്റെ ഇബ്രാഹിം കുഞ്ഞെന്ന് പറയുന്ന മന്ത്രിയെ ഹോസ്പിറ്റലിൽ വെച്ച് അറസ്റ്റ് ചെയ്യേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് വരെ കേരളത്തിൻ്റെ പൊതുമരാമത്ത് സംവിധാനം തകർന്ന് തരിപ്പണമായി താറുമാറായി കിടന്നതിനെ ഇന്ന് ഈ പറയുന്നൊരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ ഒരു പക്ഷേ ആ മന്ത്രിയുടെ പങ്ക് ചെറുതൊന്നുമല്ല. ആ മന്ത്രിയെയാണ് ഈ പറയുന്ന ഒന്നുമല്ലാത്ത ഒരാൾ വെല്ലുവിളിക്കുന്നത്. എന്തുകൊണ്ടാണ് പാർട്ടി അതിനകത്ത് ഇടപെടുന്നില്ല? കാരണം എന്താ, ഈ പറയുന്ന ഇദ്ദേഹം അനധികൃതമായി കെട്ടിവെച്ച് റിസോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തടയണ പൊളിക്കണം. ആ തടയണ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തീരുമാനമെടുത്തു. പാർട്ടി ഒപ്പം നിന്നില്ല. CPM അതിൽ നിന്നും ഈ പറയുന്ന PV അൻവറിനെ കൈയൊഴിഞ്ഞു. കാരണം എന്താ, അയാൾ കെട്ടിയ തടയണ അനധികൃതമായിരുന്നു. അത് പൊളിച്ചു നീക്കണമെന്ന് പറയുമ്പോൾ സർക്കാർ എന്ത് ചെയ്യണം, അയാളുടെ കൂടെ നിൽക്കണമായിരുന്നോ? ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണെന്ന് ഈ പറയുന്ന പിണറായി വിശ്വം കൊണ്ട് പുറത്തേക്ക് പോയത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഈ പറയുന്ന കസ്റ്റംസുകാർ ഒഴിവാക്കി വിടുന്നത്, ഇപ്പം സ്വർണം പൊട്ടിക്കൽ കേസ് ഡാൻസ് ഓഫ് ടീമിനെതിരായിട്ട് ഉയർത്തിയല്ലോ. കസ്റ്റംസുകാർ കാണാതെ ഒഴിവാക്കി വിടുന്ന സ്വർണം കടത്തുകാരെ വഴിയിലിട്ട് ഡാൻസ് ഓഫ് ടീം പിടിക്കുന്നു. ആ സ്വർണം അവർ കസ്റ്റഡിയിലെടുക്കുന്നു. ഇതിനെയാണ് ഏറ്റവും വലിയ തെറ്റായിട്ട് PV അൻവർ ചൂണ്ടിക്കാണിക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസുകാരുടെ കയ്യിൽ നിന്ന് വഴി പോകുന്നവരെ വഴിയിലിട്ട് പിടിക്കുന്നു പോലീസ്. അത് വലിയ തെറ്റാണ് കേരളത്തിൽ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അവർ സ്വർണം കൊണ്ടുപോയിക്കോട്ടെ. എന്നിട്ട് ഇവരെ കൊണ്ട് പരാതി പറയിക്കുന്ന ആരെയാണ്? ഇതിനുവേണ്ടി പരാതി പറയാൻ വന്നിരിക്കുന്നത് ഈ പറയുന്ന സ്വർണ്ണം കള്ളക്കടത്ത് നടത്തുന്നവരാ. അതാണ് അതിനകത്തിലെ രസം. സ്വർണം കള്ളക്കടത്ത് നടത്തുന്നവരാണ് അയ്യോ ഞങ്ങളുടെ സ്വർണം പിടിച്ചുകൊണ്ട് പോയി എന്ന് വന്ന് പരാതി പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് PV അൻവർ ജനങ്ങളെ എന്താ പറയുക പൊട്ടന്മാരാക്കുന്നത്, പറ്റിച്ചോണ്ടിരിക്കുക ജനങ്ങളെ, ഇപ്പോഴും പറ്റിച്ചോണ്ടിരിക്കുക. ഈ ഒരു വെല്ലുവിളി നടത്തുകയാണ്. എന്തിനാ വെല്ലുവിളി? എന്തിനാണ് അത്രയ്ക്ക് കോൺഫിഡൻസ് PV അൻവറിന് എവിടെ നിന്ന് വന്നു? അങ്ങനെ ഒരു കോൺഫിഡൻസ്, ഇത് അനാവശ്യമായ കോൺഫിഡൻസ് ആണ്. തോറ്റു കഴിയുമ്പോൾ ഈ മെയ് 4-ാം തീയതി ആകുമ്പോൾ അറിയാമല്ലോ, ബേപ്പൂരിൽ PV അൻവർ മാനാഞ്ചിറ മൈതാനത്തൂടെ ഈ പറയുന്ന മാനാഞ്ചിറ മൈതാനം വഴി പാളയത്തൂടെ നിന്ന് കറങ്ങി അങ്ങ് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇതുണ്ട്, സ്റ്റേഡിയം ഉണ്ട്, പുതിയ ബസ് സ്റ്റാൻഡ്, KSRTC എല്ലാം കൂടെ ചുറ്റിക്കൊണ്ട് വരാൻ പറ്റുന്ന ഒരു അവിടെ ഒക്കെ കറങ്ങട്ടെന്നേ, ചെയ്തേ പറ്റൂ. അതിൽ തോറ്റു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും PV അൻവർ വാക്ക് പാലിക്കണം.
വാക്ക് പാലിച്ചില്ലെങ്കിൽ ശരിയല്ല. കാരണം അത് മോശമാണ്. ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ഇക്കഴിഞ്ഞ കാലത്തൊന്നും പി വി അൻവർ ഒരു വാക്കിൽ ഉറച്ചു നിന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ നമുക്കറിയാം പി വി അൻവറിൻ്റെ രാഷ്ട്രീയ യാത്ര തന്നെ അങ്ങനെയാണ്, ഒരിടത്തും ഉറച്ചു നിൽക്കാത്ത യാത്രയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇനിയിപ്പോൾ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് പറയുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ട് സ്വന്തമായി ഒരു സ്റ്റാറ്റസ് ഉള്ള പാർട്ടി വിട്ടിട്ട് പുറത്തേക്ക് പോകുന്നവരെ പറഞ്ഞാൽ പോലെ. ഇപ്പോൾ സജി മഞ്ഞക്കടമ്പിൽ എന്തിൻ്റെ കേടായിരുന്നു? സജി മഞ്ഞക്കടമ്പിൽ അവിടെ ജോസഫ് ഗ്രൂപ്പിൻ്റെ അടുത്ത ഒരു നേതാവായിരുന്നു. ഒരു പക്ഷേ ഇത്തവണ എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയാനേ. ഇത്തവണ സജി മഞ്ഞക്കടമ്പിൽ എവിടെയാണ് മത്സരിച്ചത്? ഇത്തവണ ജോസഫ് ഗ്രൂപ്പിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനിടെ പുള്ളിക്കൊരു സീറ്റ് കിട്ടേണ്ടതാ. ഈ തെരഞ്ഞെടുപ്പിൽ സജി മഞ്ഞക്കടമ്പിൽ എന്ത് സംഭവിച്ചു? അയാൾക്കൊരു സീറ്റ് പോലും കൊടുത്തില്ല. പി വി അൻവർ മാത്രം മത്സരിച്ചു. ഏറ്റവും ഒടുവിൽ അൻവർ മത്സരിക്കാൻ ഇറങ്ങിയ സമയത്ത് അവർ കൈയൊഴിഞ്ഞു, തൃണമൂൽ കോൺഗ്രസ്സുകാരും കൈയൊഴിഞ്ഞു. ഇപ്പോൾ ഈ പറയുന്ന അയാളെ വിശ്വസിച്ചുകൊണ്ട്, പി വി അൻവറിനെ വിശ്വസിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസും പറഞ്ഞുകൊണ്ട് എന്ന് ചാടിക്കൊടുത്ത് എല്ലാവർക്കും പണി കിട്ടിയില്ലേ? അവർക്ക് എവിടെയെങ്കിലും ഒരു നിലനിൽപ്പുണ്ടോ? ഇല്ല. ഈ സജി മഞ്ഞക്കടമ്പിലിനെ പോലെയുള്ള നേതാക്കന്മാർ നിരവധി പേരുണ്ട്. അവരൊക്കെ ഇനി ഏത് രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുമെന്നാണ് മനസ്സിലാവാത്തത്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ പി വി അൻവറിനെ UDF കൈയൊഴിയും. UDFന് ഇനി ഇങ്ങനെ ഒരു ബാധ്യത ചുമക്കാൻ പറ്റില്ല. അത് പിന്നെ പല ഘട്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇത്തവണ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് പി വി അൻവറിനെ ബേപ്പൂർ മത്സരിപ്പിച്ചത്. ബേപ്പൂർ വേണം, പിണറായിസത്തിനെതിരായിട്ടും മരുമോനിസത്തിനെതിരായിട്ടും ഞാൻ മത്സരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായും സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചിറങ്ങിയതാ. അപ്പോൾ UDF വിചാരിച്ചു പോന്നേ പോട്ടെ പുല്ലെന്ന് വിചാരിച്ചു. ഇനി പോയാൽ പോയി. ഇതോടുകൂടി UDFൽ ഇനി അവസ്ഥയില്ല. ഇത്രയും പറഞ്ഞിട്ട് തിരിച്ച് LDFിലേക്ക് വന്ന പി വി അൻവറിനെ രണ്ട് കൈ നീട്ടി LDF സ്വീകരിക്കുമോ? ഇല്ല. ഇനി എവിടെങ്കിലും കഴിഞ്ഞുകൂടി പോവാന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ BJPയിലേക്ക് പോവുക. എന്താ ഇവിടെ പിന്നെ അസ്തമിച്ചു. PC ജോർജിന് എന്താ സംഭവിച്ചത്? PC ജോർജ് ഇവിടെ ഇപ്പോൾ PC ജോർജിനെ ഒരുത്തം പോലും മൈൻഡ് ചെയ്യുന്നില്ല. വഴി കൂടെ നടന്നു പോകുന്ന, ഇപ്പം നമ്മൾ നടന്നു പോകുന്ന ആരെങ്കിലും കണ്ടാൽ വെറുതെയെങ്കിലും കൈപൊക്കി കാണിക്കും. ഇതൊരു PC ജോർജ് ഒരു പെരുന്നാൾ നടക്കുന്ന സ്ഥലത്തോട് നടന്നിട്ട് പോലും ഒരു മനുഷ്യൻ മൈൻഡ് ചെയ്യുന്നില്ല. വേണ്ട അതിനെയൊന്നും. കാര്യം രാഷ്ട്രീയ അധമത്വം ബാധിച്ച രാഷ്ട്രീയ മാലിന്യങ്ങളായവർ മാറിക്കഴിഞ്ഞു. അതിൻ്റെ പ്രശ്നമാണത്. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കി, പി വി അൻവർ അതുപോലെയുള്ളൊരു യാത്രയല്ലേ പി വി അൻവർ നടത്തുന്നത്. മലബാറിലെ PC ജോർജ് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പുള്ളി. കാരണം ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മുന്നണിക്കും വേണ്ട. PC ജോർജ് UDFിൻ്റെ കൂടെ നിന്നു, LDFിൻ്റെ കൂടെ നിന്നു. ഒടുവിൽ സ്വന്തമായി പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടിക്കാരെ എല്ലാം തേച്ചൊട്ടിച്ചിട്ട് BJPയുടെ കൂടെ പോയി. ഇതാണ് PC ജോർജിൻ്റെ രാഷ്ട്രീയം. ഇന്ന് PC ജോർജിന് ആർക്കും വേണ്ട. BJPക്കാർക്ക് പിന്നെ മാലിന്യങ്ങൾ എടുക്കുന്ന പാർട്ടി ആയതുകൊണ്ട് BJPക്ക് അതിനെ വേണം, അത്രേ ഉള്ളൂ. അല്ല വേറെ കാര്യമൊന്നുമില്ല. ഇനി ഇതുപോലെ ആയിരിക്കും. ഈ പറഞ്ഞ വർഗീയതയ്ക്കെതിരെയും ഫാസിസത്തിനെതിരായിട്ടും പോരാടാൻ വേണ്ടി ഇറങ്ങി ഈ അമ്പൂക്ക നേരെ പോയിട്ട് ഇനിയും BJPയുടെ കാൽച്ചുവട്ടി പോയി വീഴേണ്ട ഗതികേടുണ്ടാവും. അല്ലെങ്കിൽ ഇയാൾ 2020യുടെ ഭാഗമായി മാറും. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. കാര്യം പുള്ളിക്ക് എപ്പോഴും ഒരു അധികാരം, ഒരു മന്ത്രിയാവുക എന്ന് പറയുന്നൊരു ആഗ്രഹം, അല്ല അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ഇത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പിൽ, ഈ 2026 ഈ തെരഞ്ഞെടുപ്പ് മെയ് 4 കൂടി ഫലം പുറത്തേക്ക് വന്ന് അമ്പൂക്ക പരാജയപ്പെട്ടാൽ പിന്നെ ഈ കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ മാലിന്യമായി തന്നെ മാറും എന്നുള്ള കാര്യം സംശയമില്ല.